മലയാള സിനിമ ഇതുവരെ അശോകനെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലെന്ന്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് കാണുന്നത് നമ്മുടെ LJP മൂവിയുടെ പ്രൊമോഷനാണ്. അന്നും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, കാരണം അന്നും ഞാനിത് കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഇന്റർവ്യൂവിന്റെ താഴെയുണ്ട്, വൈ ഡു യു തിങ്ക് ഇറ്റ് ഹാപ്പൻസ്? അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും മലയാളികൾ അങ്ങനെ പറയുന്നത്? ഞാനെന്ത് പറയാനത്, എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ കേൾക്കുന്നതിന് എനിക്ക് ഒരു സന്തോഷവും ഭാഗ്യം തന്നെയാണ്. അതൊരു എന്താ പറഞ്ഞത്, എന്തായാലും ഇപ്പോൾ എന്ത് പറയാനായത്, അത് കേൾക്കുന്ന സന്തോഷമാണ്. നമുക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുകയാണ് അങ്ങനെ പറയുന്നത്. അത് ഓരോരുത്തരുടെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നത് നമ്മളത് അതിനെ മാനിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അശോകൻ ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അതായത് എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റിയ റോൾസ്, ഇപ്പം ഭരതൻ, പത്മരാജൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡയറക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പം അങ്ങോട്ട് എനിക്ക് അങ്ങനത്തെ റോള് കുറച്ചും കൂടെ ഒക്കെ കിട്ടേണ്ടതാണ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അല്ല, അന്ന് ചെയ്തിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു കമ്പാരിസൺ നടത്തുമ്പോൾ ഒരിക്കലും ഇപ്പം അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. അത് ശരിയാണ്. അത് നമുക്ക് നമ്മളെ സിനിമ കാണുന്നവർക്ക് അറിയാമായിരിക്കും, എനിക്കും അറിയുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ ഒന്നും വേണ്ട, ഇപ്പം ഈ കേൾക്കുന്നതും ആ പലിശ കൊണ്ട് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു. അന്ന് ചെയ്തതിൻ്റെ പലിശവും ഇപ്പോഴും കിട്ടുന്നു. അത് പലിശ മൂലമൊക്കെ വരട്ടെ. ഏതായാലും ഈ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യമല്ലേ. അന്നത്തെ ഒരു ഇമേജിൽ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു ഭാഗ്യം, എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണത്. അത് ഇങ്ങനെ നിന്ന് പോകുന്നത്, ഈ നിലനിന്ന് പോകുന്നത് പറയുമ്പോൾ ഇപ്പൊ എല്ലാ ആക്ടേഴ്സ് എല്ലാവരും പറയുന്നത് ഇപ്പൊ കുറെയൊക്കെ സിനിമയിലേക്ക് വരാൻ എളുപ്പമാണ്, എൻട്രി കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ സർവൈവൽ ഭയങ്കര പാടാണെന്ന്. ഇത്രയും വർഷങ്ങളായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ വാട്ട് ഈസ് യുവർ സീക്രട്ട് ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇല്ല, സീക്രട്സ് ഒന്നും അതിനകത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് അന്ന് ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലെ അത്രയും ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ പത്മരാജൻ, ഭരതൻ, KG ജോർജ്, ഇവരുടെ പേര് സ്വാഭാവികമായിട്ടും ആദ്യം പറയേണ്ടത് അവരുടെ പേര് തന്നെയാണ്. മോഹൻ, അങ്ങനെ ഒരുപാട് പേരുടെ പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചു. ആ ഒരു ഇമേജ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും അതനുസരിച്ചോ അല്പസ്വല്പമൊക്കെ അഭിനയിക്കാൻ സാധ്യതയുള്ള വേഷങ്ങളും എനിക്ക് ചെയ്യാൻ കിട്ടി. അത് കുഴപ്പമില്ലാതെ ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റുന്നില്ല.